എല്ലാ പ്രേക്ഷകർക്കും അതിഥിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് ഷൊർണൂരിൻ്റെ ഒരു പ്രിയപ്പെട്ട കലാകാരനാണ്. നാടകം എന്നത് സ്വന്തം ജീവനെപ്പോലെ സ്നേഹിക്കുന്ന ഒരു കലാകാരൻ, കൂടെ സിനിമകൾ, കലാമേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തി. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് റിലീസായിരിക്കുന്ന കോലാഹലം എന്ന സിനിമയിൽ മുഴുനീള വേഷത്തിൽ വന്നിരിക്കുന്ന ഒരു കലാകാരനെയാണ് നമുക്ക് ഇന്ന് പരിചയപ്പെടാനുള്ളത്. ശ്രീ സ്വാതി മോഹൻ, നമസ്കാരം. നമസ്കാരം. അപ്പോൾ വളരെ സന്തോഷം ഇങ്ങനൊരു അവസരത്തിൽ താങ്കളുമായി അഭിമുഖം നടത്താൻ കഴിഞ്ഞതിൽ. ഇപ്പോൾ ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഏതൊരു കലാകാരൻ്റെയും സിനിമ എന്നുള്ളത്, അല്ലേ? അതെ. പ്രത്യേകിച്ച് ഇപ്പോൾ നാടക മേഖലയിൽ വളരെ പ്രാഗൽഭ്യം തെളിയിച്ച കലാകാരന്മാരുടെ ഉള്ളിലുള്ളൊരു സ്വപ്നമാണ് സിനിമ. അതെ. കാരണം ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തുന്ന ഒരു മാധ്യമം കൂടിയാണ് സിനിമ. ആ നിലയ്ക്ക് ഇപ്പോൾ ഒരു കോലാഹലം എന്ന് പറയുന്ന ഏറ്റവും പുതിയ സിനിമയിൽ ഒരു മുഴുനീള വേഷത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാലത്തെ നാടക വേദികളിലെ അഭിനയ പരിചയം ശേഷം പല പല സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ വന്നു. ഇപ്പോൾ ഒരു സിനിമയിൽ മുഴുനീള വേഷത്തിൽ വരാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു. എങ്ങനെയാണ് ഈ ഒരു കാലഘട്ടത്തിനെ എങ്ങനെ വിലയിരുത്തുന്നു? സത്യം പറഞ്ഞാൽ അത് എൻ്റെ കലാരംഗത്തേക്കുള്ള എൻ്റെ ഒരു പുനർജന്മമാണെന്ന് പറയാം. ഞാൻ KPSCയിലും നാടകം കളിച്ചിട്ടുണ്ട് ഒരു കൊല്ലം. ഞാൻ സ്വാതി തിയേറ്റേഴ്സിൽ നാടകം കളിച്ചിട്ടുണ്ട്. എൻ്റെ തന്നെ കൂടോത്രം കർക്കിടക തിരുവോണം തുടങ്ങിയിട്ടുള്ള നാടകങ്ങൾ സ്വാതിയിലും. കർക്കിടക തിരുവോണം ഏറ്റവും ഒരു അത് ഏട്ടൻ എഴുതിയതാണ്, നാടകമായിരുന്നു. അതെ. അതിനുശേഷം കേരളമൊട്ടാകെ കളിച്ചിട്ടുള്ള നാടകം, ആയിരക്കണക്കിന് വേദികൾ കളിച്ചിട്ടുണ്ട്. അതുപോലെ കൂടോത്രം എന്നുള്ളൊരു നാടകം, അതിൻ്റെ സ്ക്രിപ്റ്റും എഴുത്തും ഞാൻ തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ യാദൃശ്ചികമായിട്ടാണ് ഞാൻ സിനിമയിൽ എത്തപ്പെടുന്നത്. അതായത് ഇംഗ്ലീഷ് മീഡിയം എന്നുള്ളൊരു സിനിമയിൽ പ്രദീപ് ചൊക്ലി സംവിധാനം ചെയ്ത സിനിമയിലേക്ക് എൻ്റെ തന്നെ അവിടുത്തെ ഒരു അസോസിയേറ്റ് ആയിരുന്നു. ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്, സേതു മണ്ണാർക്കാടുമായി അങ്ങനെയാണ് ബന്ധപ്പെടുന്നത്. അപ്പോൾ പിന്നീട് സത്യൻ സാറിൻ്റെ ഒരുപാട് സിനിമകൾ, അതായത് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, അച്ചുവിൻ്റെ അമ്മ, നരേന്ദ്രൻ മകൻ ജയകാന്തൻ മക, രസതന്ത്രം, പിന്നെ കമൽ സാറിൻ്റെ കറുത്ത പക്ഷികൾ, ഒരുപാട് 10-40 സിനിമകളിൽ എല്ലാം ഒരു ഐഡന്റിറ്റി ഉള്ള കഥാപാത്രങ്ങളായിരുന്നു. തീർച്ചയായിട്ടും ഐഡന്റിറ്റി ഉള്ള കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു. അതായത് നല്ല കോമ്പിനേഷൻ സീനിൽ ഇപ്പോൾ മരിച്ചുപോയ സൗന്ദര്യ, പിന്നെ ജയറാം, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, അവരൊക്കെ ആയിട്ടുള്ള കോമ്പിനേഷൻ സീനിനെ, ഉർവശി, മീര ജാസ്മിൻ, അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ മമ്മൂട്ടിയുമായിട്ടും ഒരു കോമ്പിനേഷൻ സീനാണ് ഞാൻ ചെയ്യുന്നത്. രസാന്തരത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ മോഹൻലാലിൻ്റെ ഒപ്പം. പിന്നെ സ്നേഹവീട്, അതിൽ ജയറാം, സ്നേഹവീട് ഡബ് ചെയ്യുമ്പോഴാണ് മോഹൻലാലിൻ്റെ സ്നേഹവീട് ഡബ് ചെയ്യുമ്പോഴാണ് എൻ്റെ ശബ്ദത്തിന് ചെറിയൊരു പ്രോബ്ലം. അല്ല, ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണ ഇത്തരം ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയിക്കുന്നവർക്കാർക്കും അങ്ങനെ കൂടുതലായിട്ട് സ്വന്തം ശബ്ദം സിനിമയിൽ കൊടുക്കാനുള്ളൊരു അവസരം ലഭിക്കാറില്ല. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ച് അഭിനയിച്ച സിനിമകളിലെല്ലാം സ്വന്തം ശബ്ദം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ അങ്ങനെ പറയണ വെച്ചാൽ ഏറ്റവും ഒരു വാക്ക് മാത്രമുള്ള ഒരു ഡയലോഗ് ഡബ് ചെയ്യാൻ എന്നെ വിളിച്ചിട്ടുണ്ട്. അതായത് കറുത്ത പക്ഷികളിൽ മമ്മൂക്കയുടെ ഒപ്പം, മമ്മൂട്ടിയുടെ ഒപ്പം പകരം മിസ്ത്രിക്കാരനായിട്ടാണ് ഞാൻ വരുന്നത്. അതിലൊറ്റ ഡയലോഗേ ഉള്ളൂ, മുരുകണ്ണ നാളെ മുതൽ ഈ ഏരിയയിൽ ഞാനാണെന്ന് പറയുന്ന ഒരു ഡയലോഗേ ഉള്ളൂ. അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ പോന്നു. അതിനിട്ട് ഡബ് ചെയ്യാൻ വിളിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചത്, ഈ ഒരൊറ്റ ഡയലോഗ് പറയാനാണ് എന്നെ ഡബ് ചെയ്യാൻ വിളിക്കണമെന്ന് ചോദിച്ചു. അതെ പറഞ്ഞു. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ കമൽ സാറിൻ്റെ അടുത്ത് ഡബ് ചെയ്ത് ഇറങ്ങിയിട്ട് വെച്ചു, ഈ ഒരു ഡയലോഗിനാണ് വെച്ചു. ചില ശബ്ദങ്ങൾ വളരെ റെയറാണ്, അത് ആ ശബ്ദത്തിൽ തന്നെ കിടക്കണം എന്നൊരു നിർബന്ധമുള്ളത്. അങ്ങനത്തെ ഒരു ശബ്ദമാണ് എൻ്റെ. അപ്പോഴാണ് എനിക്കൊരു റെയറാണ് എൻ്റെ ശബ്ദം, അതുകൊണ്ടായിരിക്കും ഡബ് ചെയ്യാൻ വിളിക്കണമെന്ന് വിചാരിക്കണം. ആ ശബ്ദങ്ങൾ പോയി. പിന്നെ സിനിമയിൽ പിന്നെ ഒന്നുമില്ല. നടൻ്റെ ശബ്ദം പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ പിന്നീട് ഭയങ്കര രസമായി. കാരണം അത്യാവശ്യം സിനിമയിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ട് ഒരു ഡെവലപ്മെൻറ്റ് വരുന്നൊരു സമയത്താണ് ശബ്ദം പോയത്. 99 ആദ്യത്തെ സിനിമ, അല്ലേ? ഇംഗ്ലീഷ് മീഡിയം. അതെ. അത് ഈ ശബ്ദം പോയിട്ടും എനിക്ക് റോള് തന്നിട്ടുണ്ടായിരുന്നു. ഡബ് ചെയ്യാൻ പറ്റാത്ത പാട്ട് സീനിലും ഒക്കെ ആയിട്ട് സത്യൻ സാറിനെ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് തീരെ പറ്റാതെ വരുമല്ലോ, അങ്ങനെ നിന്നു. അങ്ങനെയാണ് ഞാൻ എഴുത്തിൻ്റെ മേഖലയിൽ കിടന്ന ഒരു വിളിപ്പുറത്തമ്മ എന്ന് പറഞ്ഞൊരു നോവൽ. അതിപ്പോൾ പുസ്തകമാണുള്ള എഡിറ്റിങ്ങിൽ തീർന്നു, പുസ്തകമാണുള്ള തിരക്കിൽ. സിനിമ പ്രധാനമായിട്ടും നാടകത്തിലൂടെയാണ്, അല്ലേ? അതെ, നാടകമാണ് ഈ കലാരംഗത്തേക്ക് കടന്നു വരുന്നത്. എത്രാമത്തെ വയസ്സിലാണ് ആദ്യത്തെ നാടകത്തിൽ അഭിനയിച്ചത്? അതായത് SLC കഴിഞ്ഞിട്ടുള്ള വിട്ടുന്ന കൊല്ലം, അതായത് 17-ാമത്തെ വയസ്സിൽ.
നാടകത്തിൽ അഭിനയിച്ചു. ആദ്യത്തെ ഏത് പൊതുവേദി പാഷാണത്തിൽ കൃമി എന്ന് പറഞ്ഞൊരു നാടകം. ഇപ്പോൾ താങ്കളുടെ ജ്യേഷ്ഠൻ ശ്രീ ബാലചന്ദ്രൻ ഷൊർണൂർ ഒരു നാടക മേഖലയ്ക്ക് കൃത്യമായൊരു സംഭാവന നൽകിയ ഒരു വ്യക്തി. തീർച്ചയായിട്ടും അദ്ദേഹത്തെ തന്നെ കർക്കിടക തിരുവോണം അതെ കേരളത്തിലെ ഒട്ടുമിക്ക എല്ലായിടത്തും അല്ലേ നിറഞ്ഞു കളിച്ചിട്ടുണ്ട്. ഏകദേശം 1000 കൊല്ലത്തോളം ആ നാടകം കളിച്ചിട്ടുണ്ട് തുടർച്ചയായിട്ട്. അതെ. അപ്പോൾ അദ്ദേഹത്തിന്റെ നാടകത്തിലായിരുന്നു അല്ലേ? അദ്ദേഹമാണ് എൻ്റെ ഗുരുവും എന്നെ പൊതുവേദിയിലേക്ക് കളിച്ചിരിക്കുന്ന നാടകം പ്രൊഫഷണലായിട്ട് കളിക്കുന്ന നാടകം അത് തന്നെയാണ് സ്വാതി തിയേറ്റേഴ്സിന്റെ. KPSC നാടകങ്ങൾ അതൊരു കൊല്ലം. അതായത് ഏത് നാടകങ്ങളിലായിരുന്നു? KT മുഹമ്മദ് എഴുതി മുമ്പ് സൂത്രധാരൻ പ്രേമേന്ദ്രൻ അഭിനയിച്ചു. അതിൽ മുഖ്യ വേഷം ഞാൻ തന്നെ സൂത്രധാരനായിട്ട്. അത് കഥാപാത്രത്തിന്റെ പേര് സൂത്രധാരൻ. അത്രേ ഉള്ളൂ. ഞാൻ സൂത്രധാരൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്താ ശബ്ദിച്ചാൽ ഞാനന്ന് ഈ പ്രേമേന്ദ്രനൊക്കെ എട്ടാക്കി പൊളിച്ചത്തതേ ഉള്ളൂ. ഞാനത് അഭിനയിക്കുമ്പോൾ രാജീവ് മമ്മിളിയോട് പറഞ്ഞു. രാജീവ് മമ്മിളിയാണ് അതിൻ്റെ സംവിധായകൻ. അദ്ദേഹത്തോട് പറഞ്ഞു ഞാനൊക്കെ എങ്ങനെയാണ് ഇത് ചെയ്യുക. നാടക മേഖലയിലെ അധികായനാണ് രാജീവ് മമ്മിളി. അപ്പോൾ പറഞ്ഞു തൻ്റെ ശബ്ദം കൊള്ളാം, അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ അതൊരു 117 കളി ആ കൊല്ലം അവിടെ KPSC കളിച്ചു. അതിൻ്റെ അപ്പോഴേക്കൊക്കെ ശബ്ദം പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അതല്ലേ പിന്നെ അങ്ങനെയാണ് അതിൽ നിന്ന് വല്ല വിട്ടു നിന്നത്. ശബ്ദം ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ എനിക്ക് എൻ്റെ സ്വന്തം സമിതി പോലും നടത്തിക്കൊണ്ടു പോകാൻ പറ്റാതെ അവസ്ഥയായി. അങ്ങനെ അത് ശബ്ദം തിരിച്ചു കിട്ടാനുള്ള മാർഗങ്ങൾ അതൊക്കെ കുറേയൊക്കെ നോക്കി. സാഹചര്യമായിരുന്നു കുറേ അതൊരു പല ശബ്ദം പോയപ്പോഴാണ് ഞാൻ ഈ ശബ്ദത്തിന് ഇത്രയൊക്കെ വിലയുണ്ട് എന്ന് മനസ്സിലാക്കി. തീർച്ചയായും പല ആളുകളും സ്വന്തം ശബ്ദം നന്നെന്ന് പറയുമ്പോൾ പിന്നീട് നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു അവസ്ഥ. അത് മാത്രമല്ല കലാജീവിതത്തിൽ അടഞ്ഞു പോയല്ലോ, പിന്നെ ഒന്നും ചെയ്യാൻ. പിന്നെ ഇങ്ങനെ ഒരു ഫീമെയിൽ വോയിസ് പോലെയൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെയായിരുന്നു. പക്ഷെ അപ്പോഴും ഡബ് ചെയ്യാനുള്ള ക്വാളിറ്റി ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു രാജീവൻ മൂപ്പര് ഒരു ഷോർട്ട് ഫിലിം എടുത്തു. അപ്പോൾ മരിച്ചു പോയിട്ടുള്ള തോട്ടിങ്ങൽ വിനീഷിൻ്റെ സ്ക്രിപ്റ്റിൽ രാജീവൻ അതിൻ്റെ ഒരു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോനായിട്ട് ഇങ്ങനെ ഒരു വേഷം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഷോർട്ട് ഫിലിമിൽ പ്രതിഭ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമിൽ ഞാൻ ഡബ് ചെയ്തു. ആ ഡബിങ് ഒന്നും വളരെ ക്ലിയർ ഒന്നുമല്ല. അതിലും ഈ ഫീമെയിൽ വോയിസ് ഒക്കെ കിടന്ന് കളിക്കുന്നുണ്ട്. പിന്നെ ഭഗവാൻ ദാസിൻ്റെ രാമരാജ്യം റഷീദ് പറമ്പിലിൻ്റെ അതിലൊരു തുന്നക്കാരനായിട്ടുള്ള ഒരു വേഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ വർഷമായിരുന്നു. അതെ അത് ഡബ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ്. പിന്നെ നടരാജൻ പട്ടാമ്പിയുടെ അച്ഛൻ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം അത് വളരെ വളരെ ഫേമസ് ആവുകയും ചെയ്തു. ഞാൻ തന്നെ ഡബ് ചെയ്ത് ഞാനും. പിന്നെ അതിൽ നമ്മുടെ ഇതിൽ എന്താ ആ ഡബിങ്ങും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ്. അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വിളിക്കുന്നത്, കോലാഹലത്തിലേക്ക്. അതൊരു ഇവിടെ ഒരു വെള്ളുവനാടിൻ്റെ ഒരു കൂട്ടായ്മയുടെ സിനിമ എന്ന് പറയാം. അയ്യോ ഭയങ്കര. അതായത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സിനിമാ ജീവിതത്തിൽ തന്നെ ഞാൻ ഇത്രയും ആവേശത്തോടു കൂടി ഇൻട്രസ്റ്റോടു കൂടി ഒരു സിനിമയിൽ പങ്കെടുത്തിട്ടില്ല. എനിക്കൊരു വേഷം ഉണ്ടാവും, അതുമ്പോൾ മാത്രമേ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും ഇതങ്ങനെയല്ല. ഇതൊരു എനിക്ക് എന്നെ തന്നെ ഒന്ന് പുതുക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ടൊക്കെ ധാരാളം ആൾക്കാരോട് എനിക്ക് അതിലും സ്വന്തം ശബ്ദം തന്നെയാണോ ഉപയോഗിച്ചിരിക്കുന്നത്? സ്വന്തം ശബ്ദമാണ്. അതിൽ റഷീദ് പറമ്പിൽ, ഷിഹാബ് ഓങ്ങല്ലൂർ, പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള വിശാൽ വിശ്വനാഥ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ എന്നെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും പറയാ. അത് മുഴുവൻ ഈ പരിസരങ്ങളിലെ ഒറ്റപ്പാലം പറഞ്ഞാൽ ത്രാങ്ങാലി ഒരു വീടും അതിൻ്റെ പരിസരവും. ആ സിനിമ കാണണം. അതിൻ്റെ മറ്റേ ഫോട്ടോഗ്രാഫിയൊക്കെ അടിപൊളി. ഒരു കൊച്ചു ചിത്രം എന്ന രീതിയിൽ സാധാരണ അങ്ങനെ ശ്രദ്ധിക്കപ്പെടാറില്ല. പക്ഷേ ഇപ്പോഴും കോലാഹലം റിലീസായിട്ടും ഇപ്പോഴും അത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഒരു തരം ആർഭാടങ്ങൾ സിനിമയിൽ പറഞ്ഞിട്ടില്ല. അതായത് ഓരോ ചിലവർക്കുണ്ടല്ലോ സ്റ്റണ്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ, കോമഡിക്ക് വേണ്ടി ഒരു പ്രൊമോഷൻ, ഇതൊന്നും ചെയ്തില്ല. നാച്ചുറലായിട്ടൊരു കഥ അങ്ങനെ പറഞ്ഞു. അതെല്ലാം ആർട്ടിസ്റ്റുകളെല്ലാം നാട്ടിലുള്ള അല്ലേ, അങ്ങനെ കൂടുതൽ കണ്ടു പഴകിയിട്ടില്ലാത്ത ഒക്കെ പുതുമുഖങ്ങൾ, എന്നാൽ എല്ലാം നല്ല അഭിനയ പ്രതിഭകളായിട്ടുള്ള. അതിലൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താ വെച്ചാൽ ഈ കർക്കിടക തിരുവോണത്തിൽ മഹാബലിയായി അഭിനയിച്ചിട്ടുള്ള സത്യൻ ചവറ എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹം ഞാനിതിൽ അഭിനയിക്കുന്നുണ്ട് ഈ സിനിമയിൽ. പിന്നെ സത്യം പ്രഭാപുരം, അങ്ങനെ രാജീവൻ, അങ്ങനെ രാജീവ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ. അതൊരു വലിയ ശരിക്കും പറഞ്ഞാൽ ഒരു നാടക കൂട്ടായ്മ പോലെ തന്നെയായിരുന്നു എൻ്റെ ഷൂട്ടിങ്. അവിടെ തന്നെ സീരിയലിലൊക്കെ അഭിനയിക്കൊണ്ടിരിക്കുന്ന അല്ലേ, വാണിയംകുളം സ്വദേശിയായിട്ടുള്ള അത് വിഷ്ണു.
ഒരു ഷൂട്ടിങ് കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ അവിടെ തന്നെ ആ വീട്ടിൽ തന്നെ അങ്ങനെ ഒരു വീട് ഞങ്ങളുടേതായി മാറി. ആ വീടും ആ പരിസരവും ആ സംഭവവും ആ കഥയൊക്കെ മുഴുവൻ അവിടുത്തെ ഉള്ള ആൾക്കാരുടെ. അതുകൊണ്ട് അത് കാണുമ്പോൾ ഒരാൾ ഇതിൽ അഭിനയിച്ചു എന്ന് പറയാൻ പറ്റുന്ന ഒരാളുണ്ടാവില്ല. അത്രയും ഇതാണ്. അതുകൊണ്ടാണ് ഒരു സിനിമ സ്റ്റാർ, അങ്ങനെ അറിയപ്പെടുന്ന സ്റ്റാറുകളൊന്നും ഇല്ലാണ്ട് തന്നെ ആ സിനിമ എപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ്. ഏകദേശം എത്ര സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്? ചെറിയ വേഷങ്ങൾ ഒക്കെ ചെറിയ ചെറിയ വേഷങ്ങളാവുകൊണ്ട് അതൊന്നും ഞാൻ അങ്ങനെ നോട്ട് ചെയ്യാറില്ല. അപ്പോൾ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അതായത് പക്ഷേ എന്നും ഓർക്കപ്പെടുന്ന ഒരു വേഷമായിരിക്കും കോലാഹലത്തിൽ അല്ലേ? ശരിക്കും ഇതൊരു ശരിക്കും താങ്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പുതിയൊരു രംഗപ്രവേശം അല്ലേ? പുതുതായിട്ട് ആദ്യം ഒരു സിനിമയിലേക്ക് രംഗപ്രവേശം ചെയ്യുന്ന ഒരു അനുഭവമായിരുന്നു അല്ലേ? കാരണം മറ്റെല്ലാം ചെറിയ വേഷങ്ങളിൽ പോകുമ്പോൾ ഇതൊരു മുഴുനീള വേഷത്തിൽ കിട്ടുമ്പോൾ ആദ്യത്തെ ഒരു അല്ലേ ഏറ്റവും പ്രതീക്ഷിച്ചിരുന്നു. എനിക്ക് കുറച്ചും കൂടി നല്ല, അതായത് ഒറ്റ ടേക്കിലൊക്കെ ഓക്കെ ആവുന്ന ഒരുപാട് വേഷങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് മനസ്സിനക്കരയിലെ അച്ചുവിൻ്റെ അമ്മയിലൊക്കെ വേഷങ്ങളൊക്കെ വളരെ സത്യം മുനിസ്വാമി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എല്ലാം എനിക്ക് ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളാണ് സത്യനന്ദിക്കാട് എനിക്ക് തന്നിട്ടുള്ളത്. അതുമാതിരി ടി വി ചന്ദ്രൻ്റെ പ്രിയാനന്ദൻ്റെ സിനിമ സൂഫി പറഞ്ഞ കഥ, അങ്ങനെ ഒരുപാട് സിനിമകളിൽ കുറേ ആൾക്കാരോടൊപ്പം കലാകാരന്മാരോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ ഇങ്ങനൊരു ഇനി ഞാൻ സിനിമയിലേക്ക് വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ എന്തെങ്കിലും ഒരു പെർഫോം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ ഈ സിനിമ ഒരു പ്രഭാകര മാമ എന്നുള്ളൊരു ക്യാരക്ടറാണ്. അത് ചെയ്യുമ്പോൾ തന്നെ റഷീദ് പറമ്പിൽ എന്നോട് പറഞ്ഞു, ഇത് മോനേട്ടൻ്റെ കയ്യിൽ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു. എപ്പോഴും അഭിമാനത്തോടുകൂടെ തന്നെ പറയുകയും ചെയ്യും, തകർത്തു, നന്നായി എന്ന് പറയും. ഞാനും അതെ, ഞാൻ ആ സിനിമ ഇപ്പോൾ ഈ സിനിമയുടെ കോലാഹലത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നാടകരംഗത്ത് ഒരുപാട് വർഷത്തെ പരിചയമുണ്ടല്ലോ. ഒരു മറക്കാൻ പറ്റാത്ത ഇത്രയും സന്തോഷം തരുന്ന ഒരു അനുഭവം ഏതെങ്കിലും ഒരു നാടകത്തിൽ പ്രത്യേകിച്ച്? അതെല്ലാം സെറ്റുകളിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തെല്ലാം അല്ലേ, KPSC കഴിക്കുന്ന സമയത്തെല്ലാം ഒരുപാട് നിങ്ങൾ പ്രാക്ടീസ് എല്ലാം ഉണ്ടാവുള്ളൂ. ഞാൻ പുറമെ ഒരു സമിതിയിൽ അഭിനയിക്കുന്ന KPSC മാത്രം, ബാക്കിയൊക്കെ എൻ്റെ നാടകങ്ങൾ. ഇതുപോലെ തന്നെ ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന ഒരു സ്വന്തം ഒരു തട്ടകത്തിൽ, സ്വന്തം വീട്ടിലെന്ന പോലെ അങ്ങനെ ഒരു അഭിനയിക്കുന്ന ഒരു സന്തോഷമുള്ള ഒരു വേള ഏത് നാടകത്തിലായിരുന്നു? അതിനുള്ള അനുഭവങ്ങൾ? എല്ലാ നാടകങ്ങളും ഞാൻ എഴുതിയ നാടകങ്ങളാണ് മിക്കതും, അല്ലെങ്കിൽ ഏട്ടൻ എഴുതിയ നാടകങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ഡ്രാമ എൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിലെല്ലാം ഞാൻ സന്തോഷിച്ചിട്ടുണ്ട്. പക്ഷേ കൂടോത്രം എന്നുള്ളൊരു നാടകം അതെനിക്ക് വല്ലാണ്ട് റീച്ച് ഉണ്ടാക്കി തന്ന നാടകം. കാരണം അതിൻ്റെ സ്ക്രിപ്റ്റ് റേറ്റിൽ അതൊരു സെറ്റേർ സാധനമായിരുന്നു. അത് ബ്യൂറോ ഓഫ് ആർട്സ് റിക്രിയേഷൻ ക്ലബ്ബ് നടത്തിയിട്ടുള്ള കുന്നംകുളത്ത് നടത്തുന്ന, അതായത് സംസ്ഥാന അവാർഡ് കഴിഞ്ഞ പിന്നത്തെ ഒരു അവാർഡ് എന്ന് പറയും, അതിൽ 5 അവാർഡ് കിട്ടിയിട്ടുള്ള നാടകം. അത് അന്നത്തെ മുൻനിര നാടകങ്ങളോട് മത്സരിച്ചിട്ടാണ് ആ നാടകം അവാർഡിന് അർഹമാകുന്നത്. ഏറ്റവും നല്ല നടൻ, ഏറ്റവും നല്ല നാടകം, ഏറ്റവും നല്ല സംവിധായകൻ, ഏറ്റവും നല്ല അവതരണം, അങ്ങനെ 5. അതൊരു വല്ലാത്തൊരു ആവേശമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ആ നാടകം 7ാമത്തെ നാടകമായിട്ടാണ് അത് ഉണ്ടായിരുന്നത്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ സംഘാടകരൊക്കെ അവിടെ അന്ന് അങ്ങനെയാണ്, സംഘാടകരൊക്കെ ഏജൻറ്റുമാരൊക്കെ പറഞ്ഞു, ആ നാടകത്തിൻ്റെ റിസൾട്ടൊക്കെ ആയി, ഇനിയിപ്പോൾ നിങ്ങൾ വെറുതെ വന്ന് കളിച്ച് പോവുക ആവശ്യമുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആകെ ഡൗണായി. കാരണം വലിയ വലിയ നാടകങ്ങൾ കളിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ സഹപ്രവർത്തകരോട് പറഞ്ഞു, നമുക്കിത് കളിച്ചു പോവാം എന്തായാലും. പക്ഷേ ഞാൻ അവിടെ കളിച്ച 6 നാടകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടുന്ന് ഓട്ടോറിക്ഷ എടുത്തിട്ട് ഞങ്ങൾ പോവും, എല്ലാ മത്സരമാണല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ നാടകങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു സംഭവം നമ്മുടെ നാടകത്തിലുണ്ട്. അത് ക്ലിക്കായാൽ നമ്മൾ ക്ലിക്കായി. കാരണം ആ നാടകങ്ങളൊക്കെ ഭയങ്കര സീരിയസ് നാടകങ്ങളാണ്, ഹ്യൂമറിന് ഒരു വിലയുണ്ടായിരുന്നില്ല. ഈ നാടകം വെച്ചാൽ കംപ്ലീറ്റ് ഹ്യൂമർ സെൻസ് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു നാടകം. താങ്കൾ കൂടുതലായിട്ടും ഹാസ്യപ്രധാനമായ കഥാപാത്രങ്ങൾ? അതാണ്. അതായത് പിള്ളയാണ് എൻ്റെ മുമ്പിലുള്ള നാടകത്തിൽ ഞാൻ കാണുന്ന ദ്രോണാചാര്യർ എന്നും പിള്ളയാണ്. അദ്ദേഹമാണ് കേരളത്തിലെ ഏറ്റവും നല്ല സെറ്റർ നാടകങ്ങൾ കളിച്ചിട്ടുള്ള വ്യക്തിയാണ്. അത് ഹാസ്യമല്ല, സെറ്റർ. അപ്പോൾ അദ്ദേഹത്തെ മനസ്സിൽ തന്നെ അത് ഒരു ആവേശമായിട്ട് വന്നു. ഞാൻ ഒരിക്കലും നാടകം എഴുതാമെന്ന് വിചാരിച്ചിട്ട് എഴുതി തുടങ്ങിയതൊന്നുമല്ല. അദ്ദേഹത്തെ പരിചയപ്പെടാനും അതിനുള്ള അവസരങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ കണ്ടിട്ടുണ്ട്. ഗറില്ല ഇവിടെ, അതാണെന്ന് വെച്ചാൽ ഷൊർണൂരിൽ മ്യൂസിക് ക്ലബ്ബ് ഉണ്ടായിരുന്നു. അവർ നല്ല നല്ല നാടകങ്ങൾ കൊണ്ടുവന്നുണ്ട്. അങ്ങനെ പുള്ളിയുടെ കണക്ക് ചെമ്പകരാമൻ, ഡാം എന്നുള്ള നാടകം ഞാൻ തൊടുപുഴയിൽ വെച്ച് കാണും. അങ്ങനെ ഈ മനുഷ്യനെ പരിചയപ്പെട്ടിട്ടുണ്ടെന്നല്ലാണ്ട് അങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരു ആരാധനയാണല്ലോ ഈ മനുഷ്യൻ, വല്ലാത്തൊരു ആരാധനയോടുകൂടി കണ്ടിട്ടുണ്ട്. പിള്ളയാണ് എൻ്റെ ഏറ്റവും വലിയ നാടകാചാര്യൻ. പക്ഷേ അവിടെ ആ നാടകം കളിച്ചപ്പോൾ ഈ അവാർഡ് മുഴുവൻ നേരെ തിരിഞ്ഞ് ഈ കൂടോത്രത്തിനായി. അങ്ങനെ 5 അവാർഡ് കൂടോത്രത്തിന്. അതൊരു വല്ലാത്തൊരു സംഭവമായിരുന്നു, വല്ലാത്ത ഒരു അനുഭവമായിരുന്നു. പലപ്പോഴും ഇപ്പോൾ നാടകം ഇപ്പോൾ പുതുതലമുറയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും ആകർഷിക്കുന്ന ഒരു മേഖല എന്ന് തന്നെയായാലും സിനിമയാണ്. പക്ഷേ ഒരു
അഭിനയം പ്രേക്ഷകരിലേക്ക് നേരിട്ട് എത്തിക്കുന്ന ഒരു മാധ്യമം ശരിക്കും നാടകമാണ്. കാരണം റീടേക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ആ സ്റ്റേജിൽ പെർഫോം ചെയ്യുക, അതൊരു പ്രത്യേക അനുഭവമാണ്. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അല്ലെങ്കിൽ ആ നാടകത്തിലേക്ക് കൂടുതൽ ആളുകൾ വരാൻ മടി കാണിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. കാരണം നാടകത്തിന് നമുക്ക് സമൂഹത്തിൽ ഈ സിനിമയുടെ ഒരു ആധിക്യം, നാടകത്തിൻ്റെ അതിൻ്റെ ഒരു പ്രൗഢി കുറച്ചതായിട്ടുള്ള ഒരു അനുഭവം അല്ലെങ്കിൽ അങ്ങനെ തോന്നൽ വന്നിട്ടുണ്ടോ? താങ്കൾ അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അല്ല, പണ്ടും നാടകത്തിൻ്റെ കാലിലും സിനിമയുടെ കാലിലുമാണ്. പണ്ട് സിനിമ പോലും നാടകം പോലെ. ഞാൻ ഉദ്ദേശിച്ചത് പൊതുവേ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഒരു ഉത്സവ പറമ്പിലായാലും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യണത് ഒന്നുമില്ലെങ്കിൽ ഗാനമേള, ഇപ്പോൾ പ്രൊഫഷണൽ നാടകങ്ങൾ പറഞ്ഞാൽ അത് കാണാൻ ഒരു പ്രത്യേകതരം ഓഡിയൻസ് ആയിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ നാടകോത്സവങ്ങളിൽ അല്ലെങ്കിൽ ഓഡിറ്റോറിയങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പലപ്പോഴും നാടകങ്ങളൊക്കെ. മറ്റു പൊതുവേദികളിൽ നാടകങ്ങൾ ഇപ്പോൾ വളരെ കുറവായിട്ടുള്ളൊരു നാടകം നടക്കുന്നുണ്ട്. പിന്നെ അമച്ചർ നാടകങ്ങളൊക്കെ കൂടുതലായിട്ടും അല്ലേ? ഒരു കാര്യം പറയാം, കേരളത്തിലെ നാടക പ്രസ്ഥാനം വളർന്നു വന്നത് തന്നെ ചില രാഷ്ട്രീയ മാനങ്ങൾ ഉൾക്കൊള്ളും, ഇടതുപക്ഷ ചിന്താഗതി ഒക്കെ അത്തരത്തിലുള്ള നാടകങ്ങളാണ്. ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന 10 നാടകങ്ങൾ എടുത്താൽ അതിലൊന്ന് പാട്ടവാക്കി ഉണ്ടാവും, ഒന്നുങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി ഉണ്ടാവും. ഇങ്ങനെ നടക്കുന്ന ഒരു നാടകശീലമായിരുന്നു. അപ്പോൾ അന്ന് ഈ നാടകം മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ. ഒരു ജനങ്ങളോട് സംവദിക്കാൻ വേറെ മാർഗം, പ്രസംഗം, നാടകം മാത്രമേ. ഇന്നിപ്പോ സോഷ്യൽ മീഡിയ സജീവമായി സ്വന്തമായി സ്വയം അഭിനയിച്ചിട്ട് റീൽസ് ഇടാവുന്ന സംഭവം വന്നു. പിന്നെ ഈ ഒരു നാടകം പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഒരുപാട് ഒരു 2 മാസം 1.5 മാസം റിഹേഴ്സൽ, അതിനുള്ള മെനക്കെടുകൾ. അപ്പോൾ ഒന്നും വേണ്ട, നമുക്ക് നമ്മുടേതായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞിടാം എന്നുള്ളതായി. പിന്നെ രണ്ടാമത് രാഷ്ട്രീയ മാനങ്ങൾ മാറി മറിഞ്ഞ് വരുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് സമൂഹത്തിലെ കലാപ്രസ്ഥാനങ്ങളെ അത് ബാധിക്കും. എൻ്റെ ഒരു തോന്നലാണ്. അപ്പോൾ എന്ത് ചോദിച്ചാൽ സമൂഹത്തിനോട് നേരിട്ട് സംവദിക്കാൻ കാര്യങ്ങളൊക്കെ നാടകം മറച്ചു വെക്കേണ്ടി വരും. അപ്പോൾ വേറൊരു സംഭവത്തെ അവതരിപ്പിക്കേണ്ടി വരും. അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോളൊന്നും നിർബന്ധമൊന്നുമില്ല. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണം, മിത്തുകളൊക്കെ തേടി പോകുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു സാമൂഹ്യ നാടകം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അടുത്തപടി ഉണ്ടാവില്ല. ഒരു കുടുംബ നാടകം എന്ന് പറയാമെന്നല്ലാണ്ട് ഒരു പൊളിറ്റിക്സ് സെറ്റേറൊന്നും ഇപ്പോൾ ഇറക്കാൻ സാധ്യത ഉണ്ടാവില്ല. ഇത് നാടകത്തെ ബാധിച്ചിട്ടുണ്ട്, എന്നാൽ ഇറങ്ങുന്നുണ്ട്. അങ്ങനത്തെ വലിയ സംരംഭങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതൊക്കെ വലിയ സംരംഭങ്ങളാണ്. ഇപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസ നാടകമായിട്ടുണ്ട്. പിന്നെ അങ്ങനെ രീതിയിലേക്ക് നാടകം അല്ലേ. പക്ഷെ നാടകത്തിനൊരു തിരിച്ചുവരവ് സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതെങ്ങനെ വെച്ചെങ്കിൽ എല്ലാ കാലത്തും തുടർന്ന് ഇങ്ങനെ പോവില്ല, ഒരു സാമൂഹ്യാവസ്ഥ തുടർന്ന് പോവില്ല. പിന്നെ കാലഘട്ടം മാറുമ്പോൾ സംവദിക്കേണ്ട രീതിക്കനുസരിച്ച് നാടകങ്ങൾ വരും. എനിക്ക് തോന്നുന്നു കഥാപ്രസംഗം പോലും തിരിച്ചു വരുന്ന ഞാൻ വിചാരിക്കുന്നത്. ഈ നാടകത്തിലെ കാര്യം പറയുമ്പോഴാണ് പ്രമുഖരായ പല ആളുകളുമായിട്ടും അല്ലേ കൂടെ നാടക മേഖലയിലെ അധികാരിമാർ അങ്ങനെയുള്ള അതായത് ഞാൻ എപ്പോഴും എൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എനിക്കിങ്ങനെ ഇപ്പോൾ എന്നോട് ഒരിക്കൽ സത്യൻ സാർ ചോദിച്ചു, എൻ്റെ പടത്തിൽ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കാവുന്ന വേഷം ചെയ്തിട്ട് മോഹൻ വേറെ സംവിധായകന്മാരൊന്നും സമീപിക്കാറില്ലേ എന്ന് ചോദിച്ചു. ശരിക്കും എനിക്ക് അറിയില്ല അങ്ങനെ. അല്ല, സിനിമ എന്ന് പറയുമ്പോൾ ശരിക്കും സെൽഫായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇന്ന് കൂടുതലും അല്ലേ. എന്നോട് സത്യൻ സാറ് ചോദിച്ചിട്ട് പോലും എനിക്ക് ഒരു വേഷം തരുമെന്ന് ചെന്ന് ചോദിക്കാനുള്ള മടി ഭയങ്കര. അതായത് ഇനി 2 കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ അതിനൊന്നും അത്ര ആയിട്ടില്ല, ഞാൻ സിനിമയിലൊന്നും അത്ര ആയിട്ടില്ല എന്നുള്ള എൻ്റെ ഒരു ധാരണയാണിത്. ഞാൻ അത്ര ആയിട്ടുണ്ട് എന്ന് വല്ലവരും പറയുമ്പോൾ മാത്രമാണ് അത് ധരിക്കുന്നുള്ളൂ, അല്ലാണ്ട് അങ്ങനെയല്ല. ഇതൊക്കെ ഞാനൊന്നും ഒരു ലക്ഷ്യത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ നാടകത്തെ കൊണ്ടുപോയിട്ടില്ല. ജീവിതത്തിൻ്റെ ഇടയിൽ നാടകം, ജീവിതത്തിൻ്റെ ഇടയിൽ സിനിമ, കലയോടുള്ള ഒരു സ്നേഹം. സ്നേഹം. അപ്പോൾ ഒരു വരുമാനം എന്ന രീതിയിൽ ഒന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അതായത് ഇടപെടുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടവേളകളിൽ ഇപ്പോൾ വരുമാനം എന്ന രീതിയിൽ എങ്ങനെയായിരുന്നു? അത് ഞാനിപ്പോൾ ഒരു വെജിറ്റബിൾ കടയിൽ ഞാൻ ഇതിനു മുമ്പ് ബാങ്കിൽ ഒരു കളക്ഷൻ ഏജൻറ്റിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞു ഇപ്പോൾ ഞാൻ ഇവിടെ ഷൊർണൂരിലെ പ്രമുഖമായ ഒരു VSR വെജിറ്റബിൾ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ജോലി എടുക്കണ്ടേ എന്തായാലും. അപ്പോൾ ഇങ്ങനെ ഒരു വേഷം വന്നു. അപ്പോൾ ഇത് എൻ്റെ ഉള്ളിൽ കിടക്കുന്നൊരു ത്രെഡാണ്, അല്ലാണ്ട് ഞാനിങ്ങനെ ഞെക്കിപ്പഴിച്ച ഒരാളല്ല. പിന്നെ ഈ കൂടോത്രം നാടകമൊക്കെ എഴുതുന്നത് എന്തെങ്കിലും എഴുതണ്ടെന്ന് വിചാരിച്ചാൽ 8 പ്രൊഫഷണൽ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആകാശവാണിക്ക് 5 നാടകങ്ങൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഒരുപാട് തെരുവ് നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ശ്രമിച്ചു കഴിഞ്ഞാൽ ശബ്ദം പോയി എന്നൊരു അങ്കലാപ്പിൽ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം അതൊരു അങ്കലാപ്പായിരുന്നു, ഇപ്പം മാറിയിട്ടുണ്ട്. നമുക്ക് എഴുതാനുള്ള കഴിവുണ്ടെങ്കിൽ അല്ലേ എഴുതുന്നുണ്ട്. ഞാൻ വിളിപ്പുറത്തും വന്ന നോവൽ ഫിനിഷ് ചെയ്യണം. അതായത് 8 കൊല്ലമായി ഫേസ്ബുക്കിൽ വരുന്നത് എഴുത്തുവല എന്ന് പറഞ്ഞിട്ട് ഒറ്റപ്പാലത്ത് നിന്ന് പുറപ്പെടുന്നൊരു മാസികയിൽ വരുന്ന നോവലാണത്.
അതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായത് ഏറ്റവും ഒരു പ്രമുഖ ചിത്രകാരനായിരുന്നു എൻ്റെ മകൻ മിഥുൻ മോഹൻ. അവൻ എൻ്റെ ഒരു അകാല നിര്യാണം എന്നെ വല്ലാണ്ട് ബാധിച്ചു. അങ്ങനെയൊക്കെ മനുഷ്യൻ ഡെസ്പാവുമല്ലോ എപ്പോഴും. നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മളിങ്ങനെ അപ്പോൾ നമ്മളിങ്ങനെ പുതുക്കുക, വായിക്കുക, എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എനിക്കൊരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോൾ ഈ 8 കൊല്ലമായിട്ട് വെളിപ്പുറത്തമ്മ എഴുതണമെന്ന് പറഞ്ഞാൽ ഈ 8 കൊല്ലമായിട്ടുള്ള വായനക്കാർ ഇപ്പോഴും ഇതിൻ്റെ ഒപ്പമുണ്ട്. അതിൻ്റെ എഡിറ്റിംഗ് നടക്കുന്നത് അതിലെ 12 ഈ വായനക്കാരിലെ 12 ആൾക്കാരാണ് ആ പുസ്തകം എഡിറ്റ് ചെയ്യുന്നത്. അതിപ്പോൾ അടുത്ത മാസത്തെ ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ആവും. മെമോ പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മരുമകൻ തന്നെ ജയേഷ് ഒരു സ്വതന്ത്രമായ ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട്. അതായിരിക്കും പബ്ലിഷ് ചെയ്യുക. 5ഓളം പുസ്തകങ്ങൾ അതിനുശേഷം ഇപ്പം ചെയ്യാനുള്ളത് ഞാൻ എഴുതിയത് റെഡിയാക്കിയതുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരാൾക്ക് പല പല ബഹുമുഖ പ്രതിഭയാണെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്കൊന്ന് അല്ല, ഈ ശബ്ദം പോയപ്പോൾ എനിക്ക് വാക്കുകളുടെ എനിക്ക് തോന്നുന്നത് ശബ്ദം പോയി എന്നല്ല, അത് പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു സിനിമയിലൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ഡബിങ് സ്റ്റുഡിയോയിലൊക്കെ ആകുമ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയില്ലേ, ഉച്ചത്തിലുള്ള അതല്ലാത്ത സാധാ ഒരു മിനിമം ക്യാരക്ടേഴ്സ് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ വേറൊരാൾ ഡബ് ചെയ്യാൻ പറ്റുകയാണെങ്കിലും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് തോന്നും. അതായത് ആളുകൾ പറയും എൻ്റെ ശബ്ദം വേറെ ആൾ ചെയ്യുമ്പോൾ അതിനൊരു മിക്കവാറും എൻ്റെ ഒരു ശബ്ദം വേറെ ആൾ ചെയ്താൽ ശരിയാവുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതിങ്ങനെ ഒരു പരപരപ്പുള്ള സീരിയലിൽ മിന്നുകെട്ട് ഫേമസില്ല. അതിലൊരു മിന്നുകെട്ടിൽ അഭിനയിക്കല്ലേ, ഇത് 1.5 കൊല്ലം അവരുടെ വരുമാനം കൊണ്ടാണ് ഞാൻ ജീവിച്ചെന്ന് പറയാം. എനിക്ക് തോന്നുന്നു സീരിയലിലൊക്കെ ആണെങ്കിൽ ശബ്ദത്തിന് അങ്ങനെ അതിൽ കൂടുതലും ഡബ്ബിങ് ആർട്ടിസ്റ്റുകളാണ് കൂടുതലും ശബ്ദം കൊടുക്കുന്നത്. അതെ അതെ. ആദ്യകാലത്തൊക്കെ എനിക്ക് ആ സീരിയലിൽ ഡബ്ബിങ് കൊടുത്തിരുന്ന വേറെ ആൾക്കാരായിരുന്നു. പിന്നീട് ഡയറക്ടർ തന്നെ പറഞ്ഞു, നീ പോയി ചെയ്തോ, അതാ നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കാലം അങ്ങനെ സീരിയൽ. ഇപ്പം എന്താ പ്രശ്നം വെച്ചാൽ സീരിയലിൽ പോവുകയാണെങ്കിൽ അതൊക്കെ നടക്കുന്നത് തിരുവനന്തപുരത്തൊക്കെ. അപ്പോൾ നമ്മളിവിടുന്ന് പോയി വന്ന് അതന്നെ അങ്ങനെ അല്ല. നമ്മൾ ഇവിടെ കുറേ കൂടി പരിപാടി ഉണ്ടല്ലോ. ഏതായാലും വെളിപ്പുറത്തമ്മ പുസ്തകമായി കഴിഞ്ഞാൽ ഞാൻ കുറേ കൂടി ഫ്രീ ആവും. അപ്പോൾ കുറച്ചും കൂടി ഇതിപ്പോൾ ഈ ഒരു വേഷം എനിക്ക് കുറച്ച് സാധ്യതയുള്ള വേഷം തന്നെയാണ്. അത്യാവശ്യം അടുത്ത് ഇത് കഴിഞ്ഞപ്പോൾ പുതിയ സിനിമയിലേതെങ്കിലും മറ്റേ ഈ അച്ഛൻ സിനിമ എടുത്തത് നടരാജൻ പട്ടാമ്പി, അത് വേറൊരു സിനിമയിലേക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഒരു വേഷം ഉണ്ടായില്ല. അങ്ങനെ ഇത് ഒരു കൂട്ടായ്മയാണ്. ഇത് ഈ ഓങ്ങല്ലൂർ ഭാഗത്ത് വള്ളുവനാട് എന്ന് പറയുന്നത് പൊതുവെ ഒരു കൂട്ടായ്മയാണ്. വള്ളുവനാട് പലരും ഇപ്പൊ അല്ലെങ്കിൽ സിനിമ പൊതുവെ ഒരു ചെറിയൊരു കൂട്ടായ്മയിൽ പെട്ടാലാണ് കൂടുതൽ അവർക്ക് അല്ലേ കൂട്ടായ്മ ഉണ്ടാകുന്ന സിനിമയിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതെ. അപ്പം എന്താ വെച്ചാൽ നമുക്ക് ഒരു സ്ക്രിപ്റ്റിലൊക്കെ ചർച്ച ചെയ്യാൻ പറ്റും, ഇതിങ്ങനെ അതങ്ങനെ എന്നൊക്കെ പറയാൻ പറ്റും. മറ്റൊരാളോട് അവസരം ചോദിച്ച് കാത്തിരുന്ന് അല്ലേ. അതെ. ഈ അവസരം ചോദിച്ചു പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഭയങ്കര. ഇന്നിപ്പോ ഞാനല്ലെങ്കിൽ നീ എന്ന് പറഞ്ഞ പോലെ ധാരാളം അഭിനേതാക്കൾ അല്ലേ, ഒരുപാട് കഴിവുള്ളവരുണ്ട് അല്ലേ. ഇപ്പം എല്ലാവരും പറയും എല്ലാവരും അവസരം ചോദിച്ചിട്ട് തന്നെയാണ് വന്നതെന്നൊക്കെ പറഞ്ഞാൽ എനിക്കതൊരു വലിയ മടിയുള്ള കാര്യമല്ല. ഞാൻ അങ്ങനെ ഒരു വേഷം ചെയ്യാനുള്ള ആളായിട്ടുണ്ടോ എന്നുള്ള എൻ്റെ ഒരു പ്രശ്നമാണ് ചോദിക്കാൻ മടി. അപ്പോൾ അവർ ഒരു വേഷം തന്നു, അത് ചെയ്യാൻ എനിക്ക് പറ്റിയില്ലേ എന്നൊക്കെ. മറ്റത് അവരറിഞ്ഞ് വിളിക്കുമ്പോൾ നമുക്കൊരു കിട്ടുന്ന വേഷം നമുക്ക് അത് എന്തെങ്കിലും ചെയ്യാം. അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ സിനിമയിലൊക്കെ നമ്മൾ കുറച്ചൊരു എക്സ്പീരിയൻസ് ആയ ഒരാളെന്ന രീതിയിൽ ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല തോന്നുന്നു. കാരണം അല്ലെങ്കിൽ സിനിമയിൽ ഒരിക്കലും മുന്നോട്ട് വരാത്തൊരു കാലഘട്ടമാണ്. നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് സിനിമയിലൊക്കെ. സെൽഫായിട്ട് നമ്മളിപ്പോൾ ഒരു ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് പ്രൊമോട്ട് ചെയ്യണം, കാരണം മറ്റുള്ളവർക്ക് എത്തിക്കാം. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് 4 പുറമുണ്ട്. അപ്പോൾ അത് നമ്മളെ തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മൾ തന്നെ മുന്നോട്ട് നിന്ന് വന്നാലാണ്. കാരണം ഒരു 10 കൊല്ലമായിട്ട് എനിക്ക് ഈ സിനിമ ഉൾവലിഞ്ഞ് നിൽക്കുന്ന ആളുകൾക്ക് സിനിമയിൽ കൂടുതലും അവസരങ്ങൾ കുറവായിരിക്കുന്നതാണ് അല്ലേ. വരുമ്പോൾ വരട്ടെ, ഓരോ വേഷത്തിൻ്റെ പേരിൽ പ്രത്യേകിച്ച് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ പുതിയതായിട്ട് ഒരുപാട് സിനിമയിൽ അല്ലേ പുതിയ നവാഗതരായിട്ടുള്ള സംവിധായകരായിരുന്നു, എഴുത്തുകാരായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ സിനിമകളിൽ ഒരുപാട് അവസരങ്ങൾ പുതിയ ആളുകൾക്ക്, ധാരാളം പേര് പുതിയ ആളുകൾ വരുന്നുണ്ട് സിനിമയിൽ. അപ്പോൾ ഇന്നൊരു സിനിമയിൽ ഒരാൾ വന്ന് നാളെ വേറൊരാൾ, നമ്മളെ വിചാരിക്കും ഇയാൾ ഏതാണ്, നല്ല അഭിനയമാണല്ലോ, അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു നിലയ്ക്ക് നമുക്ക് ഒരിക്കലും അതിനെ വരുമ്പോൾ വരട്ടെ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കണം എന്നാണ് എനിക്ക് ശ്രമിക്കണം. പ്രത്യേകിച്ച് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ എന്ന നിലയ്ക്ക്. ഈ നാടകം ഇപ്പോൾ എഴുതുന്ന നാടകം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ നാടകം ചെയ്യണമെങ്കിൽ ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നല്ല, ഒരു 8-10 ലക്ഷം ഉറുപ്പിയുടെ ചിലവുണ്ട്. അപ്പോൾ അതുമാത്രമല്ല അതിൻ്റെ റിഹേഴ്സൽ. പിന്നെ രണ്ടാമത് എനിക്ക് ഈ ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന പോലെ ഒരു സീൻ കഴിഞ്ഞ് കട്ട് പറയാനൊന്നും പറ്റില്ലല്ലോ. 1-2 മണിക്കൂർ നേരം സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഈ ശബ്ദം ചിലപ്പോൾ നിന്നു. അല്ല, ആരെങ്കിലും ആവശ്യപ്പെടാറുണ്ടോ എഴുതി ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ക്രിപ്റ്റ്? എൻ്റെ മനസ്സിലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഈ വെളിപ്പുറത്തമ്മ നാടകം കഴിഞ്ഞാൽ, അല്ല മറ്റേ ഈ നോവൽ കഴിഞ്ഞാൽ ഒരു നാടകം എൻ്റെ മനസ്സിൽ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം
അതൊരു ഓടിയൻ്റെ ഒരു സബ്ജക്റ്റ്. ഇപ്പോൾ സാധാരണ ചിലപ്പോൾ ഈ സ്കൂളിലെ വിദ്യാലയങ്ങളിലെ കുട്ടികളോ അവരുടെ എന്തെങ്കിലും കലാപരിപാടികൾക്കായിട്ട് അങ്ങനെ എന്തെങ്കിലും നാടകങ്ങളൊക്കെ എഴുതി ഇല്ല, ഞാനൊരു മനസ്സിലൊരു സാമൂഹ്യ ധാര എൻ്റെ മനസ്സിലുണ്ട്. അതൊന്നും സ്ക്രിപ്റ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നാറില്ല. രണ്ടാമത് സ്കൂൾ നാടകം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് അധ്വാനമുള്ള പണിയാണ്. കുറച്ച് കുട്ടികളൊക്കെ നല്ല മെനക്കെട്ട് അധ്വാനിക്കുന്നത്, നല്ല രസമുള്ള നാടകങ്ങൾ. അപ്പം അത്തരത്തിലുള്ള ഒരു എഴുത്തിൻ്റെ മേഖലയിൽ ഞാൻ സജീവമാണ്. നാടകം എന്നുള്ളത് ഇനിയൊരു പ്രൊഫഷണൽ നാടകം തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ അത് പിന്നെ കുറച്ച് പ്രായമായിട്ടുണ്ട്. പ്രായമൊക്കെ മറച്ചു വെക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ അല്ല, വരട്ടെ, നോക്കാം, ആലോചിക്കാം. ഇതെന്താ വെച്ചാൽ ഞാനൊരു മേക്കറല്ല, ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന ഒരാളല്ല. ഇപ്പോൾ മോനേട്ട ഒരു നാടകം നമുക്ക് ചെയ്യാമെന്ന് ഒരാൾ പറയാച്ചാൽ അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ഈ നാടകം തള്ളിവിടണം. ഒരാൾ എല്ലാ ഈ നാടകങ്ങൾ അടുത്തോലത്തേക്ക് ഒരു നാടകം വേണ്ടേ എന്ന് ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എടുക്കുകയാണ് നമ്മൾ എടുക്കുക, എന്നിട്ട് ഒരു ഡിസ്കഷനൊക്കെ വെച്ച് അങ്ങനെയാണ് തുടങ്ങുക. അതല്ലാണ്ട് ഞാനൊരു റെഡിമെയ്ഡ് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന ഒരാളല്ല ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും കാരണം ഇത്രയും വർഷത്തെ നാടക പരിചയം ഒരാൾ ഇപ്പോഴും ഈ ഒരു ഷൊർണൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഇങ്ങനെ അല്ലേ ഒരുപാട് ആളുകളാൽ അറിയപ്പെടാതെ, നാട്ടുകാരൻ മാത്രം അറിഞ്ഞ് അതിന് കൂടുതൽ ആളുകളിൽ അറിയപ്പെടാതെ ആയി ഒരു ഉൾവലിഞ്ഞു പോയത് ഇങ്ങനെ സ്വയം ഒരു വരുന്നത് വരട്ടെ എന്ന ചിന്തയിൽ. അതല്ല, നമുക്ക് എൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. നാടകം ആവശ്യമുണ്ടോ? ഒന്നാമത്തെ ചോദ്യം അതാണ്. നാട്ടുകാർക്ക് ഇപ്പോൾ നാടകത്തിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ അങ്ങനെയാണ്. അതാണ് ഞാൻ ചോദിച്ചത് നേരത്തെ. നാടകം എന്ന് പറയുന്നത് ഓഡിയൻസ് ഒരു പൊതുവെ ഒരു പുതുതലമുറയ്ക്കൊക്കെ നാടകത്തിനോടുള്ള ഒരു അഭിനിവേശം അതല്ല. നമുക്ക് പണ്ട് ഇപ്പോൾ ഉള്ള എന്താ വെച്ചാൽ ഇപ്പം നമുക്ക് പക്കയാണ്. ഇപ്പം നമുക്ക് തെരഞ്ഞെടുപ്പുണ്ട് നമ്മുടെ കയ്യിൽ. സത്യം എന്താ നുണ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് വലിയൊരു വിശദീകരണം അവരുടെ മുമ്പിൽ ആവശ്യമില്ലാതെ വരുന്നുണ്ട്. അവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പം ഇന്ന് രാവിലെ പറഞ്ഞ് മറ്റുള്ള ഒരാൾ അപ്പം തന്നെ തിരുത്തി പറയണതൊക്കെ അവർക്ക് അപ്പം തന്നെ കിട്ടും. അപ്പോൾ ബുദ്ധിപരമായിട്ടുള്ളൊരു മാറ്റം അവർ വന്നിട്ടുണ്ട്. പിന്നെ ന്യൂ ജനറേഷൻ കാണാൻ ഇത്രയധികം ടൈമിങ് അവരില്ല. അതാണ് എനിക്ക് തോന്നിയത്. ന്യൂ ജനറേഷൻ ഒന്നിലും ഒരു 15 മിനിറ്റ് നേരം അതാണ് ഇപ്പോൾ റീൽസ് റീൽസ് ഒക്കെ അത് നമ്മുടെ കാഴ്ചകളൊക്കെ ദൃശ്യവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തന്നെ ഒരു ടിവിയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഒരു സിനിമ ഒരു 2 മണിക്കൂർ കണ്ടിരിക്കുക എന്നുള്ളതൊന്നും സാധിക്കുന്ന പണിയല്ല. അപ്പോൾ അത്തരത്തിലൊരു ടൈമിൻ്റെ ശുഷ്കത വന്നിട്ടുണ്ട്. അതെല്ലാറ്റിലും ബാധിക്കും. പക്ഷേ ഇപ്പോഴും ഒരു 40 വയസ്സിന് മേലുള്ളവരായിരിക്കും നാടകത്തിന് കാണിയുള്ളത്. അതല്ലാണ്ട് ചെറുപ്പക്കാരൊന്നും നാടകത്തിന് കിട്ടുന്നത് ഇല്ല. അത് ന്യൂ ജനറേഷൻ്റെ അതിൻ്റെ ആവശ്യമില്ല. വായനയിൽ അവർ പറയില്ല. അപ്പം ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഒരു വായനാവാരം ഉദ്ഘാടനം ചെയ്യാൻ പോയി ആ കുട്ടികൾ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചെങ്കിൽ പുതിയ കുട്ടികൾ വായിക്കുന്നത് കൊണ്ട് വിവരമില്ലാത്തവരാണെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളെക്കാൾ വിവരം കൂടിയവരാണ് ഇന്നത്തെ തലമുറ. അത് വായിച്ചുണ്ടാക്കണ്ട. പക്ഷെ എൻ്റെ തലമുറയ്ക്ക് വായിക്കല്ലാണ്ട് വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. ഇന്ന് ഉപാധികൾ ഒരുപാട്. എനിക്കിത് അറിയണമെങ്കിൽ, എനിക്ക് ലോകം അറിയണമെങ്കിൽ, എനിക്ക് ഇതറിയണമെങ്കിൽ എനിക്ക് വായിച്ചേ പറ്റൂ. അപ്പോൾ വായന നമ്മുടെ ഈ നാടകത്തിനെ എല്ലാം ഊട്ടി ഉറപ്പിക്കാൻ ഒരുപാട് സഹായിച്ചു. നാടകം എന്ന് പറഞ്ഞാൽ തന്നെ അന്നൊരു വായന. അന്നക്കാലത്തെ നാടകങ്ങൾ നടത്തിയിരുന്നത് നാട്ടുമ്പുറങ്ങളിലെ നിരക്ഷരായവരോട് സംവദിക്കാനുള്ള മാർഗം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ്. അതാണ് നാടകത്തിൻ്റെ അന്നത്തെ കാലത്തൊരു പ്രത്യേകത. അവരുടെ രാഷ്ട്രീയമായാലും അവരുടെ സംഭവങ്ങൾ എന്തായാലും ജനങ്ങളോട് നേരിട്ട് സംവദിക്കാൻ പറ്റുന്ന മാർഗം എന്നുള്ള നിലയ്ക്കാണ്. ഇന്ന് നിരവധി മാർഗങ്ങൾ കിടക്കുകയാണ്, നിരവധി സംഭവങ്ങൾ കിടക്കുകയാണ്. അപ്പോൾ അറിവിൻ്റെ മേഖല വല്ലാണ്ട് വികസിക്കുകയാണ്. അതുമാത്രമല്ല, എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ കാണുന്ന അത്ര ഇരുട്ട് ഇന്നത്തെ തലമുറ കാണുന്നില്ല. ഇപ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് മുണ്ടായയിൽ ആകെ 2-3 വീട്ടിലെ വൈദ്യുതിയുള്ളൂ. അപ്പോൾ ഒരു മണ്ണെണ്ണ വിളക്കിന് ഭയങ്കര തെളിച്ചാണ്. ഇന്ന് നിങ്ങളുടെ വീട്ടിൽ തന്നെ എല്ലാ ലൈറ്റും കെടുത്തിയിട്ട് ഒരു മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് നോക്കൂ. ആ മണ്ണെണ്ണ വിളക്ക് അവിടെ ഉണ്ട് എന്ന് തന്നെ തോന്നില്ല നമുക്ക്. കാരണം നമ്മൾ അത്രയും അതായത് വെളിച്ചത്തിൻ്റെ ഒരു വിപ്ലവത്തിൻ്റെ ഇടയിലാണ് ഇന്നത്തെ കുട്ടികൾ ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇരുട്ട് അന്യമാണ്. നമ്മളങ്ങനെയല്ല, ഇരുട്ടിൻ്റെ ഇടയിൽ കാണുന്ന തെളിച്ചങ്ങളെയാണ് ഞങ്ങൾ വായനയായിട്ടും നാടകമായിട്ടും. അതെ, അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടുണ്ട് എനിക്ക്. അതായത് നമ്മൾ കണ്ടത്ര ഇരുട്ട് ഇന്നത്തെ കുട്ടികൾ കാണുന്നില്ല. അപ്പോൾ അത്ര വെളിച്ചത്തിൻ്റെ ആവശ്യമില്ല അവർക്ക്. അതാണ്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ പുസ്തകം എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര വെളിച്ചമായിരുന്നു. അത് തുറക്കുമ്പോൾ അതിൻ്റെ മണം അതൊക്കെ. ഇന്നത്തെ കുട്ടികളത് തുറക്കേണ്ട ആവശ്യമില്ലാണ്ട് തന്നെ അവർക്ക് വിവരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതാണ് വായനയെ സംബന്ധിച്ചിട്ടുള്ളത്. ഇതൊക്കെ തന്നെയാണ് ഈ നാടകത്തെ സംബന്ധിച്ചും അത്ര കാര്യങ്ങൾ പറയണ്ട. അപ്പോൾ പാട്ടവാക്കി എഴുതുമ്പോൾ അന്നത്തെ നെൽകൃഷി സമ്പ്രദായത്തിലെ കൂലി സമ്പ്രദായത്തിനെ തുറന്നു കാണിക്കാൻ വേണ്ടി എഴുതിയതാണ് പാട്ടവാക്കി എന്നുള്ളത്.
അപ്പോൾ അങ്ങനൊരു നാടകം പറഞ്ഞാലാണ് അതെ ഇന്നിപ്പോൾ ആ ഒരു നാടകത്തിന് പ്രസക്തി ഇല്ലാതെ മാറും അല്ലേ? അതെ ഇല്ല ഇന്ന് അതാണ് ആ നാടകം കാലഘട്ടത്തിനോട് സംവദിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു. അങ്ങനെ സംവദിക്കാതെ തീരുമ്പോഴാണ് നമുക്ക് വേറെ രീതികളൊക്കെ അവലംബിക്കേണ്ടി വരുന്നത് എന്നാണ് എൻ്റെ ഒരു ധാരണ. ഇനി കുടുംബത്തിനെ പറ്റിയൊന്ന് കുടുംബം, ഭാര്യ, അതായത് ഏട്ടൻ ബാൽസൻ ഷൊർണൂർ, ഏടത്തിയമ്മ വിലാസിനി ബാൽസൻ. ഈ ചേട്ടനെ പറ്റി നമ്മൾ കൂടുതൽ പറഞ്ഞില്ല. അദ്ദേഹം ഒരു വലിയ രീതിയിൽ നാടകത്തിന് സംഭാവന നൽകിയ ഒരാളെന്ന രീതിയിലും ആണെങ്കിൽ കൂടെ ഒരു ഭാവമൊന്നും ഇല്ലാതെ അല്ലെ സംഘടനാപരമായും തയ്യൽ തൊഴിലാളി എന്ന രീതിയിലല്ല അല്ലേ സാധാരണക്കാരായി നിന്നിരുന്നൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം അല്ല പെട്ടെന്നുള്ളൊരു ആയിരക്കണക്കിന് നാടക ശിഷ്യന്മാരുള്ള ഒരാൾ. അതെ അതെ അത് ശബ്ദ ഗാംഭീര്യം ഗാംഭീര്യം കൊണ്ടും എന്തുകൊണ്ടും സത്യം പറഞ്ഞാൽ മലയാള നാടകവേദി. പക്ഷെ അദ്ദേഹം എനിക്ക് ഈ പറഞ്ഞ പോലെ താങ്കളെ പോലെ തന്നെ കൂടുതൽ അങ്ങനെ എന്നെ ആൾക്കാരങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത അല്ലെ പ്രശസ്തിയിലേക്കൊന്നും അങ്ങനെ പോകാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയായിരുന്നു. വരുന്നത് വരട്ടെ എന്ന രീതിയിലല്ലേ? അതെ അതെ കുറേ എത്ര ഗണേശേരിയിൽ മാത്രമല്ല കേരളത്തിൽ അകത്തും പുറത്തറിയാവുന്ന വ്യക്തിത്വം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ. പക്ഷേ സാഹിത്യ അക്കാദമി പോലും ഒന്ന് ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരാളാണ്. അത് വലിയൊരു കുറവ് തന്നെയാണ്. വൈഫ് കുടുംബിനി ഭാര്യ വൈഫ് ഉണ്ട്. മകൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് മിഥുൻ മോഹൻ, മൂപ്പരിപ്പം നിലവിലില്ല. പിന്നെ മകള് ഇപ്പോൾ സൈലത്തിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവൾക്കൊരു കുട്ടി. മുത്തശ്ശനാണ്. പക്ഷെ കണ്ടാൽ തോന്നില്ല പ്രായം. അത് ഇതൊരു മറികടക്കലാണ്. അതായത് ഞാൻ എന്നെ പുതുക്കാൻ കാണുന്ന മാർഗങ്ങളിലൊന്നതാണ്. അതായത് വലിയ ഡിപ്രഷനൊക്കെ വരുമ്പോൾ ഞാൻ തന്നെ ഒന്ന് കുളിച്ച് ഞാൻ തന്നെ ഒന്ന് ഫ്രഷായി ഞാൻ തന്നെ. എന്തായാലും വളരെ സന്തോഷം. ഇനി എന്തായാലും തുടർന്നും ഒരുപാട് സിനിമകളിൽ. അതെ, പക്ഷേ എനിക്കിപ്പോഴും പറയാനുള്ളത് കോലാഹലം എന്നുള്ള സിനിമ എല്ലാവരും കാണണം. അതായത് എല്ലാവരും കാണേണ്ടതുണ്ട്. അതായത് വെറുതെ ഒരു പ്രൊമോഷന് വേണ്ടി പറയല്ല. അത് ഒരു സിമ്പിൾ ആയിട്ട് ഹമ്പിളായിട്ട് പോകുന്നൊരു സിനിമയാണ്. അതെല്ലാവരും കണ്ടു തന്നെ വിജയിപ്പിക്കേണ്ടതുണ്ട്. ഷൊർണൂർ കളിക്കുന്നുണ്ട്, അത് കാണണം. ഇപ്പം ഈ അഭിമുഖവും എന്നെ പറ്റിയിട്ടുള്ളത് എനിക്കും തന്നെയാണ് പറയാനുള്ളത്. കാണാത്തവരെല്ലാം കോലാഹലം എന്ന് പറയുന്ന ഒരു കൊച്ചു സിനിമ, കൊച്ചു സിനിമയൊക്കെ തിയേറ്ററിൽ എത്തുക ഇന്നത്തെ കാലത്ത് അല്ലേ വലിയൊരു കാര്യമാണ്. അതായത് കണ്ടിട്ടുള്ള ഇപ്പോൾ കണ്ടിട്ട് ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് നിരവധി കണ്ടോര് ഫേസ്ബുക്കിൽ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സിനിമേനെ അധികം ആൾക്കാർ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. പൊതുവെ തിയേറ്ററിൽ ഒരു സിനിമയ്ക്ക് സ്പേസ് കിട്ടാൻ തന്നെ വലിയ കോമ്പറ്റീഷൻ. ഈ തിയേറ്റർ കിട്ടാൻ അതായത് മെയിൻ നടന്മാരൊന്നും മുൻനിര നായകന്മാരോ സെക്കൻഡ് നിര നായകന്മാരോ ഇല്ലാതൊരു സിനിമ വിജയിച്ചു എന്ന് പറയുമ്പോൾ ആ സിനിമയ്ക്ക് ആളെ കയറല്, അത് കാണാൻ പ്രേരിപ്പിക്കലൊക്കെ ഇതിൻ്റെ ഒരു സിനിമയുടെ ഭാഗമായി തീരുകയാണ്. അതായത് അടിപൊളി ഡയറക്ടർ, ഷിഹാബ് ഓമല്ലൂരിൻ്റെ ക്യാമറ, നല്ല സ്ക്രിപ്റ്റ്, സന്തോഷ് പുത്ത് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ നിർമ്മാതാവിനെയാണ് അതിൽ അഭിനയിക്കുന്നത്. ഒരു രാത്രിയിൽ ഒരു കള്ളൻ ഒരു വീട്ടിൽ കിടക്കുന്ന രസകരമായൊരു കഥയാണ് പറഞ്ഞു പോകുന്നത്. ആരെയും ബോറടിപ്പിക്കില്ല, കണ്ടവരാരും ബോറടിപ്പിക്കില്ല. എല്ലാവരും കാണണം, തിയേറ്ററിൽ പോയി കാണണം, വിജയിപ്പിക്കണം. ശ്രീ സ്വാതി മോഹനെ പോലെയുള്ള കലാകാരന്മാർ വീണ്ടും മുൻനിരയിലേക്ക് വരണമെങ്കിൽ ഇത്തരം സിനിമകളുടെ വിജയം അനിവാര്യമാണ്. അപ്പോൾ ഇനിയും കൂടുതൽ സിനിമകളിലേക്ക് അതിനോടൊപ്പം തന്നെ എഴുത്തിലേക്കും വ്യാപിക്കാൻ കഴിയട്ടെ. ഒട്ടും തൻ്റെ പറയിലോട്ട് പോവാതെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ തീർച്ചയായും നമ്മളെപ്പോഴും നമ്മളെ ചെറുതായിട്ടൊന്ന് മാർക്കറ്റ് ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. അറ്റ്ലീസ്റ്റ് നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയെങ്കിലും അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. എന്നാലാണ് പൊതുവെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകളെല്ലാം തിരിച്ചറിയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയുള്ള ചെറിയ ശ്രമങ്ങൾ നടത്തുക. എന്നാൽ ഒരുപാട് നമ്മൾ ഇയാൾ എന്താ കാണിക്കുന്നത് എന്ന രീതിയിൽ ചില ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇയാൾ ഇത്തിരി പൊങ്ങച്ചം അങ്ങനെ തോന്നാത്ത വിധത്തിൽ നമ്മൾ ചെറിയ രീതിയിൽ നമ്മളെ കുറച്ച് പേരൊക്കെ പരിചയപ്പെടുത്തുന്ന തരത്തിലേക്ക് ഒന്ന് മാറിയാൽ മാത്രമേ ഇന്നത്തെ കാലഘട്ടത്തിൽ കലാകാരന്മാർക്കൊന്ന് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നാണ് തോന്നുന്നത്. എന്തായാലും ശ്രീ സ്വാതി മോഹന് ഇനിയും നല്ല നല്ല സിനിമകളിലെ ഭാഗമാകാൻ കഴിയട്ടെ. ശബ്ദം ഒരു പരിമിതി അല്ല എന്ന് തിരിച്ചറിവ് ഉൾക്കൊണ്ടുകൊണ്ട് സിനിമയിലായാലും എഴുത്തിലായാലും കലാമേഖലകളിലെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ളൊരു അവസരം ഉണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു, നന്ദി.